ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ക്ലാസ് 8 ആൻഡ് NMMS യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മൾ NMMSന്റെ പ്രിപ്പറേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് ഡേയ്സിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് റീപ്രൊഡക്ഷൻ അഥവാ പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. സോ ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസിലേക്കായിട്ട് പോയി നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ എ ഫ്ലവർ ദ മെയിൽ ഗാമീറ്റ്സ് ആർ ഫോംഡ് ബൈ ദ ഡിവിഷൻ ഓഫ്. ഒരു പൂവിൽ ഡാഷിൻ്റെ വിഭജനത്തിലൂടെയാണ് പുംബീജങ്ങൾ ഉണ്ടാകുന്നത്. എന്ത് വിഭജിച്ചിട്ടാണ് പുംബീജങ്ങൾ ഉണ്ടാകുന്നത്? നമ്മളൊരു പൂവിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്, ഏത് ന്യൂക്ലിയസ് ആണ്, അല്ലെങ്കിൽ ഏത് ഒരു സെല്ല്, ഏതൊരു കോശം വിഭജിച്ചിട്ടാണ് നമ്മളുടെ പുംബീജങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. സോ അതിനു മുമ്പ് നമ്മൾ എന്ത് പഠിക്കണം? പരാഗനാളീനെ കുറിച്ച് പഠിക്കണം അല്ലേ, അല്ലെങ്കിൽ നമ്മൾ പോളൻ ട്യൂബിനെ കുറിച്ച് പഠിക്കണം. പോളൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോളിനേഷന് റൈറ്റ് ആഫ്റ്റർ അല്ലേ, പോളിനേഷൻ അല്ലെങ്കിൽ പരാഗണം നടന്ന് ശേഷം എന്ത് ചെയ്യും, പൂവിൽ സ്റ്റിഗ്മയിൽ ഉണ്ടാവുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ പോളൻ ട്യൂബ് അല്ലെങ്കിൽ പരാഗനാളി എന്ന് വിളിക്കുന്നത്. സോ ആ പരാഗനാളിയിലൂടെ രണ്ട് തരത്തിലുള്ള മർമ്മങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒന്ന് ട്യൂബ് ന്യൂക്ലിയസും അതുപോലെ തന്നെ ജനറേറ്റീവ് മർമ്മവും ഉണ്ട്. അതുപോലെ തന്നെ ട്യൂബ് ന്യൂക്ലിയസ് ഉണ്ട്. ട്യൂബ് ന്യൂക്ലിയൈ അല്ലെങ്കിൽ ട്യൂബ് ന്യൂക്ലിയസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ട്യൂബ് ന്യൂക്ലിയസ് ആയിരിക്കും എന്ത് ചെയ്യുക, ട്യൂബ് ന്യൂക്ലിയസ് അല്ലെങ്കിൽ ട്യൂബ് ന്യൂക്ലിയൈ ആണ് എന്ത് ചെയ്യുക, പോളൻ ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യുക. പോളൻ ട്യൂബിൻ്റെ ഇലോങ്ങേഷൻ അല്ലെങ്കിൽ പരാഗനാളിയുടെ ആ ഒരു ഇലോങ്ങേഷന് ആണ് ഹെൽപ്പ് ചെയ്യുന്നത് ട്യൂബ് ന്യൂക്ലിയസ്. ഇനി ജനറേറ്റീവ് ന്യൂക്ലിയസ് ആയിരിക്കും പുംബീജായിട്ട് മാറുന്നത് കേട്ടോ. ജനറേറ്റീവ് ന്യൂക്ലിയസ് ആണ് മെയിൽ ഗാമീറ്റ് ആയിട്ട് മാറുന്നത്. അതാണ് മെയിൽ ഗാമീറ്റ് ആയിട്ട് മാറുന്നത്. സോ നമ്മൾ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്, അവിടെ ഓപ്ഷൻ ബി ആണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മൾ റൈറ്റ് ആൻസർ. പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് ഒരുപാട് പുംബീജങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ പരാഗരേണു എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ഏതായിരിക്കും. റൈറ്റ് ആൻസർ നമ്മളുടെ ജനറേറ്റീവ് ന്യൂക്ലിയസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ജനറേറ്റീവ് മർമ്മം അല്ലെങ്കിൽ ജനറേറ്റീവ് ന്യൂക്ലിയസ് ആയിരിക്കും. ഇനി ധ്രുവ മർമ്മം അല്ലെങ്കിൽ പോളാർ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് നമ്മുടെ എഗ്ഗിൽ കാണുന്ന ഒരു പാർട്ടാണ് കേട്ടോ. എഗ്ഗിൽ കാണുന്ന ഒരു കോശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മർമ്മത്തിനെയാണ് നമ്മൾ പോളാർ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. ട്യൂബ് ന്യൂക്ലിയസ് പരാഗനാളി അല്ലെങ്കിൽ നമ്മളെ പോളൻ ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഓപ്ഷൻ 2 ആണ് എന്താ നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോവാം. Which of the following is a part of the gynoecium of flower? അതായത് പൂക്കളുടെ ജനിപുടത്തിൽ ഉൾപ്പെടുന്ന ഭാഗം ഏതാണ്? ജനിപുടം എന്ന് പറയുന്നത് എന്താണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ ആണ് ജനിപുടം അല്ലെങ്കിൽ ഗൈനീഷ്യം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ആൻഡ്രീസ് എന്ന് പറയുന്നത് മെയിലാണ്, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൺ ആണ് കേസരപുടം എന്ന് പറയുന്നത്. സോ ഇതെന്താണ്? റോങ് ആണ്. ഇനി പരാഗി അല്ലെങ്കിൽ പോളൻ എന്ന് പറയുന്നത് എന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. സോ പോളൻ അല്ലെങ്കിൽ പരാഗി എന്ന് പറയുന്നത് എന്താണ്? റോങ് ആണ്. ഇനി തന്തുകം അല്ലെങ്കിൽ ഫിലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആന്തറിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൻഡ്രീഷ്യത്തിന്റെ പാർട്ടിനെയാണ് നമ്മൾ തന്തുകം അല്ലെങ്കിൽ ഫിലമെന്റ് എന്ന് വിളിക്കുന്നത്. സോ ഇതെന്താണ്? ഇതും റോങ് ആണ്. അപ്പോൾ നമുക്ക് ഈസിലി പറയാൻ പറ്റും പരാഗണ സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ ഓവറി അല്ലെങ്കിൽ ഓവറിയാണ് എന്ത്, അവിടെ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് പരാഗണം നടന്ന് ഇതിൽ ഓപ്ഷനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. പരാഗണ സ്ഥലം എന്ന് പറഞ്ഞാൽ സ്റ്റിഗ്മയാണ് ശരിക്കും വരാം, പക്ഷേ ഓവറിയാണ് എന്ത് നമ്മൾ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇവിടെ ശരിക്കും വരേണ്ടത് സ്റ്റിഗ്മയാണ് അല്ലേ, റൈറ്റ്? പരാഗണ സ്ഥലം എന്ന് പറഞ്ഞാൽ സ്റ്റിഗ്മയാണ്. സോ സ്റ്റിഗ്മയാണ് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരാം, പരാഗണ സ്ഥലം. ഓക്കെ, സോ ഒരു ഓവറിൻ്റെ റൈറ്റ് ആയിട്ടുള്ള മീനിങ് എല്ലാം അവിടെ മലയാളത്തിൽ കൊടുത്ത്, അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാറ്റി തീരുള്ളൂ അല്ലേ. അപ്പം നമ്മൾ ഈ ഒരു ഓപ്ഷൻ മാറ്റിയിട്ടുണ്ട്. സോ സ്റ്റിഗ്മയാണ് എന്താ നമ്മൾ റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ ഡി ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യനിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സുകൾ നോക്കാം. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സുകളിൽ നമുക്ക് സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, പരാഗണ സ്ഥലം, അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ശേഷം വരുന്ന ജനിതണ്ട്, ദെൻ നമ്മൾ അടുത്ത പാർട്ട് പറയുന്നത് ജനിപുടം അല്ലേ, ജനിപുടം അടുത്ത പാർട്ട് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് നമ്മൾ പറഞ്ഞ ഈ ഒരു ആന്തറും അതുപോലെ തന്നെ ഈ ഒരു പാർട്ട് അല്ലേ, നമ്മൾ ആന്തർ ആൻഡ് ഫിലമെൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പരാഗി അതുപോലെ തന്നെ കേസരപുടം. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മളുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. അതുപോലെ തന്നെ അണ്ടാശയാണ് അല്ലേ, നമ്മൾ ഓവറിക്ക് കറക്റ്റായിട്ട് വരേണ്ടത് അണ്ടാശയായിരുന്നു, പക്ഷേ സ്റ്റിഗ്മയുടെ മലയാളമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് നമ്മൾ സ്റ്റിഗ്മ എഴുതിയെന്നുള്ളൂ. ഓവറി വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കൊടുക്കാം. 2 കൊടുത്താലും ആൻസർ റൈറ്റ് ആണ്, പക്ഷേ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഓപ്ഷനല്ല അവിടെ വന്നിട്ടുള്ളത്, അതുകൊണ്ട് ജസ്റ്റ് മാറ്റിയെന്നുള്ളൂ കേട്ടോ. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് എന്ത് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോവാം. ചൂസ് ദ കറക്റ്റ് ഡെഫിനിഷൻ ഫോർ എ ഫെർട്ടിലൈസേഷൻ. അതായത് ബീജസ്ഖലനം എന്ന പ്രക്രിയയുടെ അല്ലെങ്കിൽ
നമ്മളുടെ ഈ ഒരു ബീജസ്ഖലനം എന്ന് പറയുന്ന പ്രക്രിയയുടെ ഉചിതമായ നിർവചനം ഏതെന്ന് കണ്ടെത്തുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബീജസ്ഖലനമല്ല, നമ്മളെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ അതുപോലെ തന്നെ നമ്മൾ പുംബീജവും അതുപോലെ തന്നെ അണ്ടവും കൂടി ചേരുന്ന പ്രോസസ്സാണ് അല്ലേ. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുക. സോ ഈ ഒരു ഫെർട്ടിലൈസേഷനിൽ എന്താണ് ഫെർട്ടിലൈസേഷൻ എന്നാണ് ചോദിക്കുന്നത്. പ്രോസസ് ബൈ വിച്ച് മെയിൽ ഗമേറ്റ് ഫ്യൂസസ് വിത്ത് എഗ് സെൽ. പുംബീജകോശം അണ്ടവുമായി യോജിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ ബീജ സംയോഗം എന്നാണ് വിളിക്കുക അല്ലേ. ബീജസ്ഖലനം എന്നല്ല, ബീജ സംയോഗം എന്നാണ് വിളിക്കുക നമ്മൾ അല്ലേ. ബീജ സംയോഗം എന്നാണ് നമ്മൾ വിളിക്കുക. ബീജസ്ഖലനം എന്നല്ല, ബീജസ്ഖലനം എന്ന് പറഞ്ഞാൽ ഇജാക്കുലേഷൻ ആണ് കേട്ടോ. അപ്പോൾ ബീജ സംയോഗമാണ് നമ്മൾ ഇവിടെ വരുന്നത്. അവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ബീജ സംയോഗമാണ് നമ്മളെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ ഡി ആണ് എന്താ നമ്മളെ റൈറ്റ് ആൻസർ. അതായത് പ്രോസസ് ബൈ വിച്ച് ദ മെയിൽ ഗമേറ്റ് ഫ്യൂസസ് വിത്ത് ദ എഗ് സെൽ. പുംബീജകോശം അണ്ടവുമായിട്ട് യോജിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ബീജസംയോഗം. ബീജസംയോഗത്തിൽ മെയിൽ ഗമേറ്റും, ഇത് മെയിലാണ്, അതുപോലെ തന്നെ ഫീമെയിൽ ഗമേറ്റും ഫ്യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും, ഫീമെയിൽ ഗമേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് എഗ് എന്നാണ്. ഇതിനെ നമ്മൾ പോളൻ എന്നാണ് നമ്മൾ പ്ലാന്റ്സിൻ്റെ കേസിൽ വിളിക്കുക. അപ്പം പോളനും എഗ്ഗും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ജനറേറ്റീവ് ന്യൂക്ലിയസ് എന്നുള്ള ആ ഒരു പോളനും എഗ്ഗും ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ ഉണ്ടാവുന്ന ഒരു കോശത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ട് എന്നാണ് വിളിക്കുക കേട്ടോ. സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ട് എന്ന് പറയുന്നതാണ്. ഇതാണ് പിന്നീട് ഒരു പൂവായിട്ടോ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ആയിട്ട് മാറുക, ഒരു ചെടിയായിട്ട് മാറുന്നത് ഈ ഒരു സൈഗോട്ടായിരിക്കും, അല്ലെങ്കിൽ വിത്തായിട്ട് മാറുന്നത് ഈ സൈഗോട്ടായിരിക്കും. അതെന്തെയാ മനസ്സിലാക്കുക. സോ ഓപ്ഷൻ ഡി ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു ഓപ്ഷൻ ഡി ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി സം ഫീച്ചേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ആർ ഗിവൺ ബിലോ, ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. പൂക്കളുടെ പ്രത്യേകതകൾ തന്നിരിക്കുന്ന അവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തി എഴുതുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തെറ്റായുള്ള പ്രസ്താവന ഏതാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് തന്നിട്ടുണ്ട്, ഇൻ പംകിൻ ആൻഡ് കുക്കുംബർ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ പ്രസന്റ്. മത്തന്, വെള്ളരി എന്നിവയിൽ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ട് എന്നാണ് പറയുന്നത്. അതെന്താണ്, ഒരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഒരിക്കലും എന്തല്ല നമ്മൾ ഓപ്ഷൻ ആയിട്ട് വരില്ല. നമ്മളോട് ഇൻകറക്റ്റ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പം തെറ്റായിട്ടുള്ള പ്രസ്താവന അല്ല ഇത്. മത്തനും വെള്ളരി എന്ന് പറയുന്നത് എന്താണ്, അതിൽ ആൺപൂവും ഉണ്ടാവും പെൺപൂവും ഉണ്ടാവും. അതായത് മെയിൽ ഫ്ലവറും ഉണ്ടാവും ഫീമെയിൽ ഫ്ലവറും ഉണ്ടാവും. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാം. ഇൻ ബോട്ടിൽ ഗാർഡ് ആൻഡ് കോക്കനട്ട് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ആർ ഫൗണ്ട് ഇൻ സെപ്പറേറ്റ് ഫ്ലവേഴ്സ്. അതായത് ബോട്ടിൽ ഗാർഡ് അല്ലെങ്കിൽ നമ്മളെ കുമ്പളത്തിലും അതായത് നമ്മളെ തെങ്ങിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സിലാണ് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും കാണുന്നത്. അതായത് രണ്ട് ഫ്ലവേഴ്സിലായിരിക്കും, ഒന്നിലായിരിക്കും മെയിൽ പാർട്ട് ഉണ്ടാവുക, ഒന്നിലായിരിക്കും ഫീമെയിൽ പാർട്ട് ഉണ്ടാവുക. ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് എന്താ ഇവിടെ കാണാൻ പറ്റുക. ഇവിടെയും യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണ്. അതായത് ഒരു സെക്സിൽ അല്ലെങ്കിൽ ഒരു ആൺപൂവാണെങ്കിൽ ആൺപൂവ് അല്ലെങ്കിൽ ആൺപൂവിൽ ആൺ ഓർഗൻ മാത്രമേ ഉണ്ടാവുള്ളൂ, പെൺപൂവിലാണെങ്കിൽ പെണ്ണിൻ്റെ ഓർഗൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സിലാണ് കാണുന്നതെന്നാണ് നമ്മൾ ജനിപുടവും അതുപോലെ തന്നെ കേസരപുടവും വെവ്വേറെ ഫ്ലവേഴ്സിൽ അല്ലെങ്കിൽ പൂക്കളിലാണ് കാണാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. ഇതൊന്നാണ് ശരിയാണ്, കാരണം യൂണി സെക്ഷുവലാണ് കുമ്പളവും അതുപോലെ തന്നെ തെങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, ഈ ഒരു ഓപ്ഷനും റോങ് ആണ്. ഇനി പംകിൻ ആൻഡ് ബിറ്റർ ഗാർഡ്, അതായത് മത്തൻ, പാവൽ എന്നിവ ഏകലിംഗ പുഷ്പങ്ങളാണുള്ളത് എന്നാണ് പറയുന്നത്. ഇതും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഓപ്ഷൻ സി എന്താണ് തെറ്റാണ്. ഇനി നമുക്ക് നോക്കാം. ഹിബിസ്കസ് ആൻഡ് ജാസ്മിൻ ഹാവ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്, അതായത് ചെമ്പരത്തിയും മുല്ലപ്പൂവും എന്നിവയിൽ ഏകലിംഗ പുഷ്പങ്ങളാണ് എന്നാണ് പറയുന്നത്. ഏകലിംഗ പുഷ്പങ്ങളല്ല, ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണ്. എന്താ ബൈസെക്ഷൽ, അതായത് നമുക്ക് കേസരപുടവും ജനിപുടവും അല്ലെങ്കിൽ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും നമുക്ക് ഹിബിസ്കസിൽ അതുപോലെ തന്നെ ജാസ്മിനിലൊക്കെ ഒരേ ഫ്ലവറിൽ തന്നെ കാണാൻ പറ്റും. അങ്ങനെയുള്ള ഫ്ലവേഴ്സിനെയാണ് നമ്മൾ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് വിളിക്കുക. സോ ഇത് യൂണിസെക്ഷൽ ഫ്ലവർ അല്ല, ബൈസെക്ഷൽ ഫ്ലവർ ആണ്. അല്ലെങ്കിൽ ഏകലിംഗ പുഷ്പമല്ല, ബഹുലിംഗ പുഷ്പമാണ്, അല്ലെങ്കിൽ നമ്മൾ രണ്ട് ലിംഗങ്ങളുള്ള പുഷ്പങ്ങളാണ്. അപ്പോൾ സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ ഡി ആണ് എന്താ നമ്മളെ റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ ഡി ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. സോ ഈസിലി നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ ഡി ആണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. ശരിയായ ജോഡി ചേർത്തത് തിരഞ്ഞെടുക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. അതിൽ 3 തരത്തിലുള്ള അല്ലെങ്കിൽ 4 തരത്തിലുള്ള ഫ്രൂട്ട്സുകൾ പഠിച്ചിട്ടുണ്ടാവും. ഒന്ന് സിമ്പിൾ ഫ്രൂട്ടാണ്. സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഓവറിൽ നിന്ന് ഒരൊറ്റ ഓവറി അല്ലെങ്കിൽ ഒറ്റ അണ്ടാശയത്തിൽ നിന്ന് ഒരു പുതിയ ഫ്രൂട്ട് ഉണ്ടാവുന്നതിനാണ് നമ്മൾ സിമ്പിൾ ഫ്രൂട്ട് എന്ന് വിളിക്കുക. ഇനി അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഫ്രൂട്ട് അല്ലെങ്കിൽ പുഞ്ചഫലം എന്ന് പറയുന്നത് എന്താ, പുഞ്ചഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും,
ഒരുപാട് ഓവറികൾ ഉണ്ടാവും. ഓവറികൾ ഒരുപാട് ഫ്ലവേഴ്സിലായിരിക്കും ഉണ്ടാവുക, ഒരുപാട് പൂക്കളിലാണ് ഉണ്ടാവുക. അതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു ഫ്രൂട്ടായിട്ട് മാറുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് വിളിക്കുക. അതിന് എക്സാമ്പിൾസ് ആണ് സ്ട്രോബെറി, റാസ്ബെറി അങ്ങനെയുള്ള, അതുപോലെ തന്നെ നമ്മളെ കസ്റ്റർഡ് ആപ്പിൾ, അതായത് നമ്മൾ സീതാപ്പഴം, അങ്ങനെയുള്ള പഴങ്ങളൊക്കെ എന്താണ് അതിന് എക്സാമ്പിളാണ്. അപ്പോൾ അഗ്രിഗേറ്റ് ഫ്രൂട്ടിന് എക്സാമ്പിൾ അതൊക്കെയാണ്. ഇനി ഫാൾസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഓവറി അണ്ടാശയത്തിന് പുറമേ ഉള്ള പല പാർട്ടുകളുണ്ട് അല്ലേ, ആ പാർട്ടുകളെല്ലാം പുതിയൊരു ഫ്രൂട്ടായിട്ട് മാറാണ് അല്ലെങ്കിൽ ഫലമായിട്ട് മാറുന്നതിനാണ് നമ്മൾ ഫാൾസ് ഫ്രൂട്ട് എന്ന് വിളിക്കുക. ഇനി മൾട്ടിപ്പിൾ ഫ്രൂട്ട് ഉണ്ട്, നമ്മളെ കൈതച്ചക്ക അല്ലെങ്കിൽ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ചക്ക, ഇതൊക്കെ എന്താണ് അതിന് എക്സാമ്പിളാണ്. പൈനാപ്പിൾ, ജാക്ക് ഫ്രൂട്ടൊക്കെ അതിന് എക്സാമ്പിളാണ് കേട്ടോ. അതൊക്കെ എന്താണ്, അതൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് അതെല്ലാം എന്താണ് ഒരുപാട് ഫ്ലവേഴ്സിൽ നിന്നുണ്ടായിട്ടുള്ള ഒറ്റ ഫ്രൂട്ടാണ്. സോ അതിനെയും നമ്മൾ മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്നാണ് വിളിക്കുക. സോ ഈസിലി നമുക്ക് പറയാൻ പറ്റും അതൊക്കെ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് 4 തരത്തിലാണ് മെയിൻലി ഉള്ളത്. അപ്പം അഗ്രിഗേറ്റ് ഫ്രൂട്ടിന് എക്സാമ്പിളാണ് അല്ലെങ്കിൽ പുഞ്ചഫലത്തിന് എക്സാമ്പിളാണ് തക്കാളി നോക്കാം, അല്ല, അത് ഒരു അണ്ടാശയത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അത് സിമ്പിൾ ഫ്രൂട്ടിന് എക്സാമ്പിളാണ്. സോ ഇത് റോങ് ആണ്, ഓപ്ഷൻ എ റോങ് ആണ്. ഇനി അഗ്രിഗേറ്റ് ഫ്രൂട്ട് മാംഗോ പറഞ്ഞിട്ടുണ്ട്, മാംഗോയും ഒരു അണ്ടാശയത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്, അത് സിമ്പിൾ ഫ്രൂട്ടിന് എക്സാമ്പിൾ ആണ്. സോ ഇതും റോങ് ആണ്, ഓപ്ഷൻ ബി റോങ് ആണ്. ഇനി കപടഫലം അല്ലെങ്കിൽ ഫാൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത് പുറത്തുള്ള, അതായത് നമ്മളെ അണ്ടാശയമല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടുകൾ ലൈക്ക് തലാമസോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ, നമ്മുടെ നമ്മുടെ പുഷ്പവൃദ്ധി, അതുപോലെ തന്നെ വിതളം, ഇത് ഏതെങ്കിലും ഒരു പാർട്ട്, നമ്മുടെ സെപ്പലോ പെറ്റലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോറൽ ആക്സിസോ അല്ലെങ്കിൽ നമ്മളെ തലാമസോ റിസപ്റ്റക്കളോ, ഈ ഒരു പാർട്ട് അല്ലേ, അതായത് ഈ ഒരു പാർട്ട് ഒരു ഫ്രൂട്ടായിട്ട് മാറുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, നമ്മൾ കപടഫലം എന്ന് വിളിക്കുക അല്ലെങ്കിൽ ഫാൾസ് ഫ്രൂട്ട് എന്ന് വിളിക്കുക. അതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ആപ്പിൾ. സോ ഓപ്ഷൻ സി ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ റൈറ്റ് ആൻസർ. അപ്പോൾ കപടഫലങ്ങൾക്ക് ഉദാഹരണമാണ് ആപ്പിൾ, കാഷ്യൂ ആപ്പിൾ അല്ലെങ്കിൽ പറങ്കി മാവ്, അതുപോലെ തന്നെ നമ്മൾ അടുത്തൊരു എക്സാമ്പിൾ നമ്മൾ ആപ്പിളാണ് കേട്ടോ. അപ്പം ഈ ഒരു 2 എക്സാമ്പിൾസ് ആണ് നമ്മൾ കോമൺലി പറയാറുള്ളത്. ഇനി ഫാൾസ് ഫ്രൂട്ട്, പൈനാപ്പിൾ ഒരിക്കലും ഫാൾസ് ഫ്രൂട്ട് അല്ല, മൾട്ടിപ്പിൾ ഫ്രൂട്ട് ആണ് കേട്ടോ. മൾട്ടിപ്പിൾ ഫ്രൂട്ടിന് എക്സാമ്പിളാണ്. സോ ഓപ്ഷൻ ഡി എന്താണ്, റോങ് ആണ്. സോ ഓപ്ഷൻ സി ആണ് എന്ത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. കപടഫലത്തിന് ഉദാഹരണമാണ് അല്ലെങ്കിൽ ഫാൾസ് ഫ്രൂട്ടിന് ഉദാഹരണമാണ് ആപ്പിൾ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എമംഗ് ദ ഫാക്ട്സ് ensured by pollinators, choose the most appropriate one. പരാഗണകാരികളിലൂടെ പ്രകൃതി ഉറപ്പാക്കുന്ന വസ്തുതകളിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എൻഷുവർ സെൽഫ് പോളിനേഷൻ, പരാഗകാരികൾ അല്ലെങ്കിൽ നമ്മുടെ പോളിനേറ്റിംഗ് ഏജൻസ് സെൽഫ് പോളിനേഷനെയാണ് എൻഷുർ ചെയ്യുന്നതെന്ന് പറയുന്നത് ആണോ, അല്ലെങ്കിൽ സ്വപരാഗണം ഉറപ്പാക്കുന്നതെന്ന് പറയുന്നത് ആണോ? സ്വപരാഗണം ഉറപ്പാക്കണമെങ്കിൽ എന്താണ്, ഒന്നും ചെയ്യണ്ട, ഒരു പൂവിൽ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ആ ചെടിയിൽ തന്നെ വേറൊരു പൂവിലായിരിക്കും നടക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ സ്വപരാഗണം അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ നടക്കണമെങ്കിൽ ആരുടെയും ആവശ്യമില്ല. അപ്പം എന്താണ് പോളിനേറ്റിംഗ് ഏജൻസ് കൂടുതലായിട്ട് നമ്മൾ പ്രകൃതിക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻഷുർ മിക്സിംഗ് ഓഫ് ഡിഫറെൻറ്റ് ട്രേറ്റ്സ്, അതായത് വ്യത്യസ്ത ഗുണങ്ങളുടെ മിശ്രണം ഉറപ്പാക്കാണ് ആര് ചെയ്യുന്നത്, ഓരോ പരാഗകാരികളും അല്ലെങ്കിൽ പോളിനേറ്റിംഗ് ഏജൻസും ചെയ്യുന്നത്. ലൈക്ക് നമ്മളിപ്പം ഒരു പൂമ്പാറ്റ വേറെ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് എത്തുമ്പോൾ ഈ പൂവിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും, ആ പൂവിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള തരത്തിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളുള്ള ചെടികളുണ്ടാവും. അപ്പം ഈ ഒരു രീതിയാണ് എന്ത് ചെയ്യുന്നത്, പോളിനേറ്റിംഗ് ഏജൻസ് അല്ലെങ്കിൽ പരാഗകാരികൾ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രകൃതിക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യം എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഈ പ്രിവെൻസ് ക്രോസ് പോളിനേഷൻ, എപ്പോഴും പരാഗകാരികൾ ക്രോസ് പോളിനേഷനായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പരപരാഗണം തടയുന്നു എന്ന് പറയുന്നത് എന്താണ്, റോങ് ആണ്. നമുക്ക് ക്രോസ് പോളിനേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏജൻസ് വർക്ക് ചെയ്യുന്നത്. ഇനി പ്രിവെൻറ്റ് പോളിനേഷൻ വിത്തിൻ ദ സെയിം ഫ്ലവർ, ഒരു പൂവിൽ തന്നെയുള്ള പരാഗണം തടയുന്നു, അതും ഒരിക്കലും തടയാൻ പറ്റില്ല. ഓക്കെ, ഒരു പോളിനേറ്റിംഗ് ഏജൻറ്റിന് മറ്റൊരു അല്ലെങ്കിൽ ആ പൂവിൽ നടക്കുന്ന സെൽഫ് പോളിനേഷനെ ഒരിക്കലും തടയാൻ പറ്റില്ല, അത് ചിലപ്പോൾ നടക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണെന്ത്, ഏറ്റവും പരാഗകാരികളുടെ ഏറ്റവും പ്രകൃതി കൊടുക്കുന്ന ഉറപ്പാക്കുന്ന വസ്തുതകളിൽ ഏറ്റവും വിലപ്പെട്ടത് അതാണ്, അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായത് ഓപ്ഷൻ ബി ആണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഇനി ഐഡന്റിഫൈ ദ പോളിനേറ്റേഴ്സ് ആൻഡ് റൈറ്റ് ഡൗൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഐസൊലേറ്റഡ്. പരാഗകാരികളെന്ന് ഏതെന്ന് തിരിച്ചറിഞ്ഞ് ചുവടെ നൽകിയവയിൽ ഒറ്റപ്പെട്ടത് ഏതെന്ന് കണ്ടെത്തുക എന്നാണ് ചോദിച്ചുള്ളത്. കോക്കനട്ട്, ജിഞ്ചർ, പാഡി, വീറ്റ്, തെങ്ങ്, ചെമ്പരത്തി,
നെല്ല്, ഗോതമ്പാണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് പരാഗകാരികൾ അല്ലെങ്കിൽ പോളിനേറ്റിംഗ് ഏജൻസ് നമ്മൾ നോക്കണം. സോ പോളിനേറ്റിംഗ് ഏജൻസിൽ കോക്കനട്ടിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ കോക്കനട്ടിൽ ആരാണ്? കോക്കനട്ടിൽ മെയിൻലി വരുന്നത് കാറ്റാണ് കേട്ടോ. മെയിൻലി വരുന്നത് വിൻഡാണ് കോക്കനട്ടിൽ വരുന്നത്. അതുപോലെ തന്നെ ജിഞ്ചറിൽ വരുന്നത് ഇൻസെക്റ്റുകളാണ്. കാറ്റ്, അവിടെ കാറ്റാണ്, തെങ്ങിൽ കാറ്റാണ്, ഇവിടെ ഇൻസെക്റ്റ്, അതായത് ഇൻസെക്റ്റ് ഓർ ബേർഡ്സ്, പക്ഷികളോ അല്ലെങ്കിൽ പ്രാണികളോ ആയിരിക്കും ചെയ്യുന്നുണ്ടാവും. ചെമ്പരത്തിയിൽ ഇവിടെ ഓപ്ഷൻസും ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ചെമ്പരത്തി അല്ല, ഇഞ്ചിയാണ് കേട്ടോ. ഓക്കെ, ഇഞ്ചിയാണ്. അപ്പം ജിഞ്ചർ ഇൻസെക്റ്റ് ഓർ ബേർഡ്സ് ആണ് ചെയ്യുന്നത്. പാഡി എന്ന് പറയുന്നത് നമ്മൾ നെല്ലാണ്. നെല്ല് എന്താണ്? നെല്ലില് വിൻഡാണ്, കാറ്റാണ് പോളിനേറ്റിംഗ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. വീറ്റിലാണെങ്കിലും വിൻഡാണ് പോളിനേറ്റിംഗ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇതിൻ്റെ റൈറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് തോന്നുന്നത് ഏതാണെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യുക കമൻറ്റ് ബോക്സിൽ. സോ അതുപോലെ തന്നെ നിങ്ങൾ NMMSനായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്ന ലാസ്റ്റ് ഡേയ്സിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കായിട്ട് ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു എക്സാം, അതായത് NMMS എഴുതുന്നതിന് മുമ്പേ തന്നെ ഒരു എക്സാം, NMMS പോലെയുള്ള ഒരു എക്സാം നിങ്ങൾക്ക് വരാണ്. സോ NMMSൻ്റെ മോക്ക് ടെസ്റ്റിനെ കുറിച്ചാണ്, മെഗാ മോക്ക് ടെസ്റ്റ് ആണ്. ഓൾ കേരള നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. സോ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓൾ കേരള NMMS മെഗാ മോക്ക് ടെസ്റ്റ് ഓൺ 24th ഡിസംബർ 24 നിങ്ങൾ എക്സാമിൻ്റെ ഒരാഴ്ച മുന്നേ നിങ്ങൾക്ക് ഓൾ കേരളയിൽ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. OMR തന്നെയാണ് നിങ്ങളുടെ എക്സാം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എക്സാമിന് തൊട്ട് മുന്നേ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, നിങ്ങൾക്ക് എക്സാമിന് എത്രത്തോളം ഇനി എഫേർട്ട് ഇടേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഒരാഴ്ച നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എഫേർട്ട് ഇടേണ്ടത് എവിടേക്കാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഒരു മോക്ക് ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ആ ഒരു എക്സാംസ് അറ്റൻഡ് ചെയ്യുക. എക്സാം അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു നമ്പറാണ് 7561881133 എന്ന് പറയുന്നത്. ഈ നമ്പറിലേക്ക് ഒന്നെങ്കിൽ വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്, അത് യൂട്ടിലൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ട ആ കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ കിടപ്പുണ്ട്. ചാനലിൽ ആ വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും, അതായത് എക്സാമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ത്രൂ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അറിയിച്ച് തരുന്നുണ്ട്. സോ ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പറയുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനലുമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്, നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. NMMS പ്രിപ്പയർ ചെയ്യുന്ന, അതുപോലെ തന്നെ NMMSൻ്റെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് പറയുകയാണ്. നിങ്ങൾ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. NMMSമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാനലിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.